ഗ്രാമങ്ങളിൽ പോലും കടന്നു വന്ന് റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് അടക്കം ഓൺലൈൻ വ്യാപാരം അടക്കം നമ്മുടെ വ്യാപാര മേഖലയിലെ ഓരോ ദിവസവും കച്ചവടം കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഗവൺമെൻറ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ സമരം തുടങ്ങിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട നമുക്ക് വ്യാപാര മന്ത്രാലയം വേണം, നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു വിദഗ്ധ സമിതിയെ വെക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ വാറ്റുകുടിശ്ശികയിൽ 10,000-കണക്കിന് ആളുകൾക്ക് വാറ്റുകുടിശ്ശിക അടയ്ക്കാനുള്ളതിൻ്റെ പേരിൽ അസസ്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കും. അവരെല്ലാം കച്ചവടം നിർത്തിയവരടക്കമുണ്ട്. അപ്പം അവരുടെ അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ഒട്ടനവധി 29 ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ നമ്മുടെ ജാഥ തുടങ്ങിയപ്പോൾ തന്നെ ഗവൺമെൻറ് വ്യാപാര മന്ത്രാലയം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് സബ്സിഡി ഇനത്തിൽ 10 ലക്ഷം രൂപ വരെ ലോൺ തരാൻ തീരുമാനമെടുത്തു. പിന്നെ നമുക്കൊരു ഇൻഷുറൻസ് പദ്ധതി നമ്മളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിലൂടെ 20,000 ആളുകൾ ആത്മഹത്യ ഭീഷണി കഴിക്കുന്ന വാറ്റുകുടിശ്ശിക പൂർണ്ണമായി എഴുതിത്തള്ളാൻ തീരുമാനമെടുത്തു. നമ്മുടെ വിഷയങ്ങൾ പഠിക്കുവാൻ, നമ്മുടെ ഈ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു വിദഗ്ധ സമിതിയെ വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഒട്ടനവധി തീരുമാനങ്ങൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തിയ വ്യാപാര സംരക്ഷണ ജാഥ കൊണ്ട് സ്ഥാപിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ജാഥകളേക്കാൾ വൻപിച്ച വിജയകരമായിരുന്നു. കാസർഗോഡൊക്കെ 1000-കണക്കിന് 10,000-കണക്കിന് മുഴുവൻ വ്യാപാരികളുടെ കുടുംബാംഗങ്ങളും ഈ ജാഥയെ അനുഗമിക്കുകയും ഇതിന് സ്വീകരണം തരികയും ചെയ്തു. കാസർഗോഡിനേക്കാൾ വലിയ സ്വീകരണം കണ്ണൂർ, ഓരോ ജില്ലയും കടന്നു വരുമ്പോൾ വൻപിച്ച സ്വീകരണമാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും കടന്നു തുറന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും സംസ്ഥാന 3 മാസത്തിനകം വെച്ച് ജില്ലാ തലത്തിലൊരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി തീരുമാനിക്കും നമ്മൾ ഒഴിഞ്ഞു പോകാൻ. ആ ഒഴിഞ്ഞു പോകപ്പെടുന്ന അത്രയും കാലയളവിൽ ജന്മി എന്ത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമുക്കൊരു വാടകയ്ക്ക് ഇത് കച്ചവടം ചെയ്യാൻ ഒക്കാത്ത സാഹചര്യത്തിൽ, കാരണം സാധാരണക്കാരെ ഈ നാട്ടിൽ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ വർഷവും നമ്മുടെ ബിൽഡിംഗ് ടാക്സ് വർദ്ധിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ടോയ്ലറ്റും വേസ്റ്റ് ബിന്നും അടക്കം പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ നിലപാടെടുത്തപ്പോൾ ഗവൺമെൻറ് അത് തൽക്കാലത്തേക്ക് 3 മാസത്തേക്ക് നീട്ടി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സംഘടിച്ച് ശക്തരായി ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാകൂ. ഓരോ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യാപാര സംഘടനകൾ ഉണ്ടാക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാനാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യം വ്യാപാരികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ